റോണി കോൾമാൻ ദി കിങ് എന്ന അത്ലറ്റിന്റെ കഥ. അമേരിക്കയിലെ ലൂസിയാനയിലെ ബ്രൂക്ലിൻ എന്ന ചെറിയ സ്ഥലത്താണ് റോണി ഡീൻ കോൾമാൻ ജനിച്ചത്. കായികരംഗത്ത് വലിയ താൽപര്യമുണ്ടായിരുന്ന അദ്ദേഹം കോളേജ് ഫുട്ബോൾ കളിക്കാരനായി തിളങ്ങി. 1989-ൽ അദ്ദേഹം ഗ്രാമിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കൗണ്ടിംഗിൽ ബിരുദം നേടി. ബിരുദം നേടിയ ശേഷം റോണി കോൾമാന് അക്കൗണ്ടന്റായി ജോലി കണ്ടെത്താനായില്ല. തുടർന്ന് അദ്ദേഹം ടെക്സസിലെ ആർലിംഗ്ടണിലേക്ക് മാറി. അവിടെ ഒരു പോലീസ് ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ഡൊമിനോസ് പിസായിൽ പോലും ജോലി ചെയ്യേണ്ടി വന്നു. ഒരു സൗജന്യ ജിം മെമ്പർഷിപ്പിനായുള്ള തുടക്കം. ഒരു പോലീസ് ഓഫീസറായി ജോലി ചെയ്യുന്നതിനിടയിൽ ആർലിംഗ്ടണിലെ പ്രശസ്തമായ മെട്രോഫ്ലെക്സ് ജിമ്മിൽ വെച്ച് അദ്ദേഹം ജിം ഉടമയായ ബ്രയാൻ ഡോബ്സനെ പരിചയപ്പെട്ടു. റോണിയുടെ അവിശ്വസനീയമായ ശരീരശേഷിയും പേശീബലവും കണ്ട ഡോബ്സൺ ഒരു ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുത്താൽ ജീവിതകാലം മുഴുവൻ സൗജന്യ ജിം മെമ്പർഷിപ്പ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഒരു സൗജന്യ ജിം മെമ്പർഷിപ്പ് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ റോണി കോൾമാൻ ബോഡി ബിൽഡിംഗിലേക്ക് തിരിഞ്ഞു. 1990-ൽ അദ്ദേഹം തന്റെ ആദ്യ ബോഡി ബിൽഡിംഗ് മത്സരം മിസ്റ്റർ ടെക്സാസ് എന്ന കിരീടം നേടി. അടുത്ത വർഷം IFBB വേൾഡ് അമേച്വർ ചാമ്പ്യൻഷിപ്പ് നേടി പ്രൊഫഷണൽ ബോഡി ബിൽഡറായി മാറി. മിസ്റ്റർ ഒളിമ്പിയയിലേക്കുള്ള പ്രയാണം. പോലീസ് ജോലി ഉപേക്ഷിക്കാതെ തന്നെ റോണി തന്റെ പരിശീലനം തുടർന്നു. തന്റെ അതുല്യമായ പേശി വലിപ്പവും ഭാരോദ്വഹനത്തിലെ ശക്തിയും 800 പൗണ്ട് സ്ക്വാറ്റ് പോലുള്ളവ അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഇടയിൽ വേറിട്ടു നിർത്തി. ബഡി ലൈറ്റ് വെയ്റ്റ് ബേബി തുടങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ജിം ലോകത്ത് മുഴങ്ങി. 1998-ൽ റോണി കോൾമാൻ ആദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് കിരീടമായ മിസ്റ്റർ ഒളിമ്പിയ നേടി. പിന്നീട് 2005 വരെ തുടർച്ചയായ 8 വർഷം അദ്ദേഹം ആ കിരീടം നിലനിർത്തി ലീഹാനയുടെ റെക്കോർഡിനൊപ്പമെത്തി. ലോകം അദ്ദേഹത്തെ ദി കിങ് എന്ന് വിളിച്ച് ആദരിച്ചു. കഠിനാധ്വാനത്തിന്റെ വില. തന്റെ ഈ അവിശ്വസനീയമായ വിജയത്തിനായി റോണി കോൾമാൻ ശരീരം മറന്നുള്ള കഠിനാധ്വാനം ചെയ്തു. അതീവ ഭാരമുയർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ട്രെയിനിംഗ് രീതികൾ കാലക്രമേണ ശരീരത്തിന് ദോഷകരമായി ഭവിച്ചു. കരിയറിനിടയിൽ തന്നെ നട്ടലിന് പരിക്ക് പറ്റിയിട്ടും വേദനസംഹാരികൾ ഉപയോഗിച്ച് അദ്ദേഹം ട്രെയിനിംഗ് തുടർന്നു. വിരമിച്ച ശേഷം കഠിനമായ പരിക്കുകൾ കാരണം റോണിക്ക് നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടി വന്നു. ഒന്നിലധികം സ്പൈനൽ സർജറികൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ എന്നിവ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടുത്തി. വീൽചെയറിന്റെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. എങ്കിലും ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനോവീര്യം തകർത്തില്ല. ശസ്ത്രക്രിയകൾക്ക് ശേഷം പോലും അദ്ദേഹം ജിമ്മിൽ പോവുകയും ഭാരം കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വേദനകളെ പുഞ്ചിരിയോടെ നേരിടുന്ന അദ്ദേഹത്തിന്റെ നെവർ ക്വിറ്റ് മനോഭാവം ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ബോഡി ബിൽഡറായി മാറിയ റോണി കോൾമാൻ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതിരൂപമായി നിലനിൽക്കുന്നു. ഇവിടെ റോണി കോൾമാന്റെ ഒരു വീഡിയോ നൽകുന്നു.